സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിൽ 76 സ്വർണം ഉൾപ്പെടെ 651 പോയിന്റായി. നീന്തലിൽ 17 സ്വർണം ഉൾപ്പെടെ 143 പോയിന്റ്. രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിന് 380 പോയിന്റാണ്. 297 പോയിന്റുമായി കോഴിക്കോട് 3-ഉം 296 പോയിന്റോടെ തൃശൂർ 4-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. മനീഷ് മാത്യുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ആതിഥേയർ ബഹുദൂരം മുന്നിലാണ്. എങ്ങനെയാണ് പോയിന്റ് നില? അഖില, നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള തിരുവനന്തപുരം തന്നെയാണ് അതിവേഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുവരെ നടന്ന ഗെയിംസിന്റെ പോയിന്റുകളൊക്കെ തന്നെ പട്ടികയിൽ ചേർത്തതോടെ തിരുവനന്തപുരം എതിരാളികളെക്കാൾ ബഹുദൂരം മുൻപിലാണ്. അതായത് രണ്ടാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ ഒരുപാട് പോയിന്റിലാണ് മുമ്പിലുള്ളത്. മാത്രമല്ല, അക്വാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഒരു അപ്രമാദിത്യം ഇത്തവണയും തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ പൂർത്തിയായത് 24 മത്സരങ്ങളാണ് അക്വാറ്റിക്സിൽ. അതിൽ 17 സ്വർണവും സ്വന്തമാക്കിയത് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു അപ്രമാദിത്യം നമുക്ക് മനസ്സിലാകും. തിരുവനന്തപുരത്തിന്റെ കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ പോയിന്റ് നൽകിയ ഒരു ഇവന്റ് ആയിരുന്നു അക്വാട്ടിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് വരികയാണെങ്കിൽ പോലും 5 സ്വർണ്ണം നേടിയത്, ഏറ്റവും കൂടുതൽ സ്വർണ്ണം നേടിയ ടീം പാലക്കാടാണെങ്കിൽ പോലും മറ്റ് മെഡലുകൾ, അതായത് വെള്ളിയും വെങ്കലവും അടക്കമുള്ള മറ്റ് മെഡലുകൾ നേടി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയത് തിരുവനന്തപുരം തന്നെയാണ്. ഇക്കുറിയും ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തങ്ങൾക്ക് എതിരാളികളില്ല എന്ന തരത്തിലേക്കാണ് തിരുവനന്തപുരം അവരുടെ കുതിപ്പ് തുടരുന്നത്. എന്തായാലും നാളെയാണ് ഏവരും കാത്തിരിക്കുന്ന ആവേശകരമായിട്ടുള്ള അത്ലറ്റിക്സ് ഇവന്റുകൾ തുടങ്ങുക. നാളെ തന്നെ മേളയുടെ വേഗറാണിയെയും വേഗരാജാവിനെയും അറിയാൻ കഴിയും. നാളെ രാവിലെ 7 മണിക്കാണ് ഇവന്റിലെ ആദ്യ ഫൈനൽ നടക്കുക. അതായത് സീനിയർ ഗേൾസിന്റെ 3000 മീറ്റർ ഓട്ടമാണ് തുടങ്ങുക. അതുകൊണ്ട് തന്നെയായിരിക്കും, അതായത് നാളത്തെ ആദ്യ ഇവന്റ് തന്നെ മെഡലോടുകൂടിയായിരിക്കും തുടങ്ങുക. എന്തായാലും ഏവരും കാത്തിരിക്കുന്നത് അത്ലറ്റിക്സിന് വേണ്ടി തന്നെയാണ്. മലപ്പുറത്തിന്റെ, അതായത് ചരിത്ര നേട്ടം അവർക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതും, അതുപോലെ തന്നെ പാലക്കാട് അടക്കമുള്ള ടീമുകൾ അവരുടെ ശക്തി വീണ്ടും തെളിയിക്കുമെന്നുള്ളതൊക്കെയാണ് ഏവരും കാത്തിരിക്കുന്നത്. നാളെ തന്നെ വേഗറാണിയെയും വേഗരാജാവിനെയും അറിയാൻ കഴിയും. എന്തായാലും ഇന്ന് മഴ മാറി നിന്നു. വൈകുന്നേരം മാത്രമാണ് ഒരല്പം മഴ എത്തിയത്. നാളെയും മഴ മാറി നിന്നാൽ സ്കൂൾ ഈ കായികമേള വീണ്ടും അതിന്റെ ആവേശത്തിന്റെ ഉച്ചകോടിയിൽ തന്നെ എത്തും. അഖില, ശരി. മനീഷ് മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.